ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വേസ്റ്റ് വന്നിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബിൻ്റെ ചെറിയ പീസുകൾ കൊണ്ട് നല്ല അടിപൊളി ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ 4 ഗ്ലിറ്റർ ട്യൂബിൻ്റെ ചെറിയ പീസുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വൈറ്റ് പേൾ ബീഡ്സ് ഉണ്ട്. ഇതിൽ ചെറിയ സൈസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. ഇതിൽ 2 സൈസും ഉണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് പേൾ ബീഡ്സും അതേപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബിൻ്റെ 4 പീസുകളും പിന്നെ 2 വയർഡ് ഹെയർ ബാൻഡ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ 3 സ്റ്റോൺ വേണം. ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എൻഡ് ടാപ്പും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ 2 വയർഡ് ഹെയർ ബാൻഡാണ് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ 2 ഭാഗത്തു കൂടെ നമുക്ക് ഗ്ലിറ്റർ ട്യൂബിൻ്റെ ചെറിയ പീസുകൾ കോർത്തെടുക്കാം. എൻ്റെ കയ്യിൽ വൈറ്റാണ്, കുറച്ച് ചെറിയ പീസുകളൊക്കെ വേസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അതാണ് വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വൈറ്റ് ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസുകൾ ഇങ്ങനെ 2 ഭാഗത്തും കോർത്തെടുത്തിട്ട് കുറച്ച് മുകളിലോട്ടാക്കി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഈ താഴെയുള്ള ഭാഗത്ത് വൈറ്റ് പേൾ ബീഡ്സാണ് കോർക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഈ 2 ഭാഗത്ത് കൂടെ ഒരു സ്റ്റോണിൻ്റെ 2 ഹോൾ ഇട്ടിട്ട് ഒന്ന് കോർത്തിട്ടൊന്ന് കുരുക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഗ്ലിറ്റർ ട്യൂബിൻ്റെ അടുത്തൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ മറ്റേ ഭാഗത്ത് കൂടെ തന്നെ 2 ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസ് കൂടെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയും ഉണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല റിച്ച് ലുക്ക് വരുന്ന ഒരു ഹെയർ ബാൻഡാണ്. അങ്ങനെ 2 ഗ്ലിറ്റർ ട്യൂബിൻ്റെ ചെറിയ പീസുകൾ ഈ ഒരു ഭാഗത്ത് കൂടെയും കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത സ്റ്റോണും കൂടെ ഈ 2 ഹോളിൽ ഇട്ടിട്ട് ഒന്ന് കോർത്തെടുക്കണം. അങ്ങനെ ലാസ്റ്റും പിന്നെ അതേപോലെ ആ സൈഡിലും ഈ ഒരു സ്റ്റോണിനെ കോർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്തും ഒപ്പം പിടിച്ചിട്ട് ഇവിടെയും ഈ സ്റ്റോണിനെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതേപോലെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ 3 സ്റ്റോണിനെ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗത്ത് വൈറ്റ് പേൾ ബീഡ്സിനെയാണ് കോർത്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തും ഗ്ലിറ്റർ ട്യൂബ് തന്നെ കോർത്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലിറ്റർ ട്യൂബ് ഇതിൻ്റെ ചെറിയ പീസൊന്നും വേസ്റ്റായിട്ട് വന്നതില്ല. വേറെ കളറും ആണെങ്കിലും ഇതിന് മാച്ചായിട്ടുള്ള വേറെ കളറും നമുക്ക് കോർത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കോർക്കുന്നത് വൈറ്റ് പേൾ ബീഡ്സാണ്. ചെറിയ സൈസിലുള്ള ഈ ബീഡ്സ് ഫുള്ളായിട്ടൊന്ന് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഹെയർ ബാൻഡ് കാണാനായിട്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലൊക്കെ വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാം കേട്ടോ.